ഇതുപോലെ ഒരു ഓപ്പൺ വ്യൂവിൽ നല്ല ക്ലൗഡ് ബെഡ് വ്യൂ ഒക്കെ രാവിലെ എഴുന്നേറ്റ് ഉടനെ കാണാനും, എന്നാൽ ഇത് കാണാൻ വേണ്ടി പോകുന്ന വഴിയാണെങ്കിലോ നല്ല തേയിലത്തോട്ടങ്ങളും ഡാമിൻ്റെ ഭംഗിയും, അങ്ങനെ ഒരു യാത്രക്ക് വേണ്ടുന്ന എന്തൊക്കെ നല്ല ഫ്രെയിംസും നല്ല സ്ഥലങ്ങളാണോ വേണ്ടത് അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ നമുക്ക് പോരാൻ പറ്റുന്ന ഒരു ഗംഭീര റൂട്ടാണ് മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര നേരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ വഴി പോകുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും മാത്രമല്ല, ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ഒക്കെ കാണാൻ പറ്റിയ ഒരു നല്ലൊരു ക്യാമ്പിങ്ങും കൂടി ചെയ്യുന്ന ആ ഒരു സ്പോട്ടും കൂടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കൂടാതെ ഇങ്ങോട്ട് പോകുന്ന വഴി എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ വില്ലേജിൽ നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് നല്ല കാഴ്ചകളും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും. ഈ റൂട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പോട്ടും കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ ബോട്ടിംഗ് ഒക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, എക്കോ പോയിൻറ്റ്, അങ്ങനെ ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ ഇറങ്ങി ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആ യാത്ര ആസ്വദിക്കാൻ പറ്റിയ ഒരു റൂട്ടാണിത്. ഞാനപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആക്കുന്നില്ല, കാരണം ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ ലക്ഷ്യം നേരെ ടോപ്പ് സ്റ്റേഷൻ ആ ഒരു വ്യൂ പോയിൻറ്റും അവിടുത്തെ സൺറൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നും വണ്ടി നിർത്താതെ ആ യാത്രകളിങ്ങനെ ആസ്വദിച്ചോട്ട് തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ ഒരു ഗംഭീര ഭംഗി കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി സൈഡാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ ആ ഒരു എൻ്റയർ വില്ലേജിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പ്രധാനമായും സ്ട്രോബെറി കൃഷി ചെയ്യുന്നൊരു ഗ്രാമം കൂടിയാണ് എല്ലപ്പെട്ടി. ഇതിൻ്റെ മറ്റൊരു സ്പോട്ടിലേക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള വലിയൊരു മൈതാനം പോലെ ഒരു വലിയ സ്പേസ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലായിരുന്നു പിന്നീട് അങ്ങോട്ട്. അപ്പോൾ വൈകാതെ തന്നെ ഞാനൊരു സ്പോട്ട് കണ്ടെത്തി. ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ആ ഗ്രാമം എത്തുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്ന ഒരു കാഴ്ചയാണ് ആ ചായക്കടയുടെ മുകളിൽ ഇങ്ങനത്തെ ഒരു മരം നിൽക്കുന്ന ഒരു പ്രത്യേക ഫ്രെയിം. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ആ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് പെരിയാർ റെസിഡൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പോട്ടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവർക്ക് ക്യാമ്പിങ്ങും റെസ്റ്റോറൻറ്റും റൂംസും എല്ലാ ഫെസിലിറ്റി ഉണ്ട്. പാർക്കിംഗ് ആയാലും നമുക്ക് സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പോട്ടുണ്ട്. അപ്പോൾ ടെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്രഷ് അപ്പ് ആവാനുള്ള റൂമാണ് ആദ്യം തരാം. ഇനിയിപ്പോൾ റൂംസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3000 രൂപയ്ക്ക് റൂംസ് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന റൂംസ് ഈ രൂപത്തിലായിരിക്കും. ഇങ്ങനത്തെ ഒരു വ്യൂവും നല്ല അറ്റ്മോസ്ഫിയറും എന്താ പറയുക, ഭയങ്കര ഒരു വാല്യൂ ഫോർ മണി ഫീൽ ചെയ്യുന്നൊരു റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ റൂമിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്യാമ്പിംഗ് നിൽക്കുന്ന ആ ഒരു സ്പോട്ടാണ്. കാരണം ഇതേപോലത്തെ ഒരു വഴി ഒരു 300 മീറ്ററോളം നടന്നിട്ടാണ് നമുക്ക് ക്യാമ്പിങ്ങിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ലഗേജൊക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ വെച്ച് ലോക്ക് ചെയ്യുക. നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള റൂമാണ് നമുക്ക് ആദ്യം തരിക. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രഷപ്പ് ആയി നമുക്ക് നേരെ ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് ക്യാമ്പിലേക്ക് ഇതേപോലത്തെ വഴി നടന്നിട്ട് എത്താൻ പറ്റും. ഒരാൾക്ക് 1600 രൂപയാണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, അങ്ങനെ ഒരു ഫുൾ പാക്കേജ് എന്നുള്ള രൂപത്തിലാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പൺ സ്പേസിൽ നല്ല വ്യൂ, നല്ല ക്ലൈമറ്റൊക്കെ കിട്ടി ആസ്വദിച്ച് ക്യാമ്പിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. അങ്ങനെ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം പുറത്ത് ചെയറിലൊക്കെ ഇരുന്ന് ആ ഒരു മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു. കാരണം നോർമലി കാണുന്ന ഒരു മൗണ്ടെയ്ൻസിന് വിട്ട് ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ആയി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൗണ്ടെയ്ൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രാത്രി 8 മണിക്ക് ശേഷം ക്യാമ്പ് ഫയർ ഇവിടെ അറേഞ്ച് ആയി കിട്ടും. അതിനുശേഷം തന്നെ ബാർബിക്യൂം ഡിന്നറും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെർവ് ചെയ്ത് തരും. ഡിന്നറിൻ്റെ മെനു വരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാർബിക്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ആ ഒരു ക്യാമ്പ് ഫയർ സ്പോട്ടിൽ ഇരുന്നിട്ട് ആ ഒരു തണുപ്പത്ത് നമ്മൾക്ക് കൂട്ടുകാരോടൊത്ത് കഥയൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആ രാത്രി സ്പെൻഡ് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ സൺറൈസിൻ്റെ ആ ഒരു ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി എൻ്റെ നരേഷനില്ലാതെ നിങ്ങൾ തന്നെ കണ്ടു നോക്ക്.
അപ്പോൾ ഇത്ര നേരം കണ്ട ഒരു വിഷ്വലിന് പ്രത്യേകിച്ച് അങ്ങനെ നരേഷൻ്റെ ആവശ്യം വേണ്ട എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ടതായിരിക്കും. അങ്ങനെ പതുക്കെ സൂര്യൻ്റെ വെളിച്ചം വന്നു തുടങ്ങി. പക്ഷേ സൂര്യൻ്റെ വെളിച്ചം വന്നതിന് ശേഷം ഇവിടുത്തെ ആ ഒരു ക്ലൗഡ് ബെഡിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു സെറ്റ് ക്ലൈമറ്റ് കിട്ടുന്നതും അങ്ങനത്തെ ഒരു നല്ല കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ വ്യൂ പോയിന്റിലേക്ക് വരാൻ ക്യാമ്പിംഗ് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്നായിരിക്കും അടുത്ത സംശയം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് കോമൺ ആയിട്ടും ഈ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് വരാൻ പറ്റുന്നത്. പക്ഷേ അത് രാവിലെ 8 മണിക്ക് ശേഷം ഓപ്പൺ ആക്കുള്ളൂ. മാത്രമല്ല 5 മണിയാകുമ്പോഴേക്കും ക്ലോസ് ആക്കുകയും ചെയ്യും. പക്ഷേ ക്യാമ്പിംഗ് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും ഗംഭീര സമയം എന്ന് പറഞ്ഞത് ആ ഒരു രാത്രിക്കലത്തെ ആ ഒരു ക്ലൈമറ്റ് ആസ്വദിച്ച് രാവിലെ ആ സൺറൈസും കണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ആ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് വന്ന് കണ്ടുപോവാതെ ഇങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് ഒക്കെ എടുത്ത് ഇതിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു സ്ഥലങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ നല്ലൊരു ഗംഭീര മെമ്മറീസ് ആയിട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് നേരം ആ കാഴ്ചകളും അവിടുത്തെ ഒരു എക്സ്പീരിയൻസൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ആ ഒരു പാർക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് വന്ന്. അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റും വരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പാക്കേജിലുള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പൊറോട്ട വേണോ, ചപ്പാത്തി വേണോ, അങ്ങനെ അവർ ചോദിക്കും വന്നിട്ടും. അപ്പോൾ അതിൽ ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് അവർ ഉണ്ടാക്കി തരും. അതായത് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഇവിടെ വന്നാൽ യാതൊരു ടെൻഷനും വേണ്ട. നല്ല അടിപൊളി ഫുഡും ആ ഒരു വ്യൂവും ആ ഒരു ക്യാമ്പിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും ക്ലൈമറ്റും അങ്ങനെ നമ്മളുടെ ആ ഒരു യാത്രയിൽ വേണ്ടുന്ന എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കൊരു ട്രിപ്പിൽ ആസ്വദിക്കാൻ പറ്റുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതും അതെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ ഗ്യാരൻറ്റീഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് സ്റ്റേഷനിലെ ഈ ഒരു യാത്ര എനിക്ക് തന്നൊരു മെമ്മറീസ് എന്ന് പറയുന്നത് സാരമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചിവിടെ നിന്ന് മടങ്ങിയത്.